ബാല്യകാല മുറിവുകൾ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമുക്കെങ്ങനെ പുറത്തു വരാൻ സാധിക്കും? മുറിവുകളെ സൗഖ്യമാക്കുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയിലേക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ബാല്യകാലം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊരു ഭവനത്തിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ ആ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ ആ കെട്ടിടം വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ അടിസ്ഥാനത്തിലൊരു പാകപ്പിഴ വന്നാൽ അത് കെട്ടിടത്തെ ബാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ബാല്യത്തിൽ സംഭവിച്ച ചില വാക്കുകൾ, ചില നിരസനങ്ങൾ, ചില അപമാനങ്ങൾ, ചില ഭയങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില ദുരനുഭവങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഉള്ളിൽ ഇവ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം വളർന്നു, പക്ഷെ നമ്മുടെ ആത്മാവ് പല സ്ഥലങ്ങളിലും മുറിവേറ്റതായി തുടരുന്നു. നമ്മൾ വീട് മാറി, രാജ്യം മാറി, ജോലി മാറി, ബന്ധങ്ങൾ മാറി, പക്ഷെ ഉള്ളിലെ മുറിവ് ഇതുവരെയും മാറിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്നീ സന്ദേശത്തിലൂടെ നിങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം അതിൻ്റെ 147 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ വചനം പറയുന്നു, ദൈവം തകർന്ന ഹൃദയമുള്ളവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവിടുന്ന് അവരുടെ മുറിവുകളെ വെച്ചുകെട്ടുന്ന നല്ല കർത്താവാണ്. യഹോവ ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനെന്ന് വചനം പറയുന്നു. ദൈവം നമ്മുടെ മുറിവുകളെ അവഗണിക്കുന്ന ദൈവമല്ല, മറിച്ച് മുറിവുകളെ അവിടുന്ന് വെച്ച് കെട്ടാൻ ആഗ്രഹിക്കുന്നു. ചിലർ പറയാറുണ്ട്, എനിക്ക് ചെറിയൊരു കാര്യം മതി, വളരെ പെട്ടെന്ന് എനിക്ക് മുറിവേൽക്കും. എനിക്ക് വ്യക്തികളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചെറിയ വിമർശനങ്ങളെപ്പോലും സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കൂടുതലായിട്ട് അങ്ങ് ആശ്രയിക്കുന്നു. എനിക്ക് പലപ്പോഴും ഒരു സുരക്ഷിതത്വം തോന്നുന്നില്ല. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുടെയും വേരുകൾ ബാല്യകാലത്തുണ്ടായ മുറിവുകളിൽ നിന്ന് ഉണ്ടായ ചില അനുഭവങ്ങളാണ്. ഒന്നാമതായിട്ട്, ബാല്യകാല മുറിവുകൾ പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റി, അതിൻ്റെ അടിസ്ഥാനത്തെ ബാധിക്കും. ബാല്യകാലത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ചില വാക്കുകൾ ആഴത്തിൽ നമ്മളെ ബാധിക്കും. നീ ഒരു പ്രശ്നക്കാരനാണ്, നീ വേണ്ടാത്തവനാണ്, നീ പരാജയമാണ്, നീ മറ്റുള്ളവരെ പോലെ നല്ലതല്ല, നീ ജനിക്കേണ്ടതായിരുന്നില്ല, നിനക്കായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ഇത് ആ കുട്ടിയുടെ ഉള്ളിൽ വീഴുന്ന ഒരു വിത്താണ്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പല ചിന്താരീതികളും ഉടലെടുക്കുന്നത് ഈ കുഞ്ഞുനാളിൽ വീണ ഈ വിത്തുകൾ മുഖാന്തരമാണ്. പിന്നീട് വളർന്നു കഴിയുമ്പോൾ ആ കൊച്ച് ദൈവവചനം കേൾക്കുമ്പോൾ പോലും അതിൻ്റെ ഉള്ളിലിരുന്ന് ആ മുറിവ് പറയുന്നത് നീ വേണ്ടാത്തവനാണ്. ദൈവവചനം പറയുന്നത് നീ പുതിയ സൃഷ്ടിയാണ്, പക്ഷെ മുറിവ് പറയുന്നത് നീ പഴയ പരാജയം തന്നെയാണ്. വചനം പറയുന്നത് നീ ദൈവത്തിൻ്റെ മകനാണ്, പക്ഷെ മുറിവ് പറയും നീ ഒന്നിനും കൊള്ളാത്തവനാണ്. ഇനി രണ്ടാമതായിട്ട്, ഈ ബാല്യകാലത്തെ നിരസനങ്ങൾ പിന്നീട് ഞാൻ നിരസിക്കപ്പെടുമോ എന്നൊരു ഭയം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടി നിരസിക്കപ്പെടുമ്പോൾ ആ മുറിവ് ഉള്ളിലൊരു വലിയ ശൂന്യതയുണ്ടാക്കും, ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ചിലർക്ക് പിതാവിൽ നിന്നുള്ള റിജക്ഷൻ, ചിലർക്ക് മാതാവിൽ നിന്നായിരിക്കാം റിജക്ഷൻ, ചിലർക്ക് സ്കൂളുകളിൽ നിന്ന് റിജക്ഷൻ, ബന്ധുക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അങ്ങനെ വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് നമ്മൾ റിജക്ഷൻ അനുഭവിക്കും. ചിലർക്ക് ചിലപ്പം നിറത്തെ പ്രതിയായിരിക്കാം കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്നത്, കഴിവില്ലാത്ത അവസ്ഥകൾ, പഠനത്തിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അപമാനങ്ങൾ, റിജക്ഷനുകളൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വിഷയം എന്ന് പറയുന്നത് ഇതൊരു വിത്തായിട്ടൊരു മുറിവായിട്ട് നമ്മുടെ അകത്ത് കിടക്കും. നമ്മൾ എത്ര വളർന്നാലും പിന്നീട് പല രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങളായിട്ടൊക്കെ അത് പുറത്തു വരും. ഈ യെശയ്യാ 53 കർത്താവിനെക്കുറിച്ച് പറയുന്നതാണ്, കർത്താവ് നിരസിക്കപ്പെട്ടവനാണ്, അവൻ ദുഃഖം അനുഭവിച്ചു, വേദന അനുഭവിച്ചവനാണ്. അപ്പം അതുകൊണ്ട് ഈ നിരസനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ മനുഷ്യരാൽ നിരസിക്കപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ ദൈവം നമ്മളെ സ്വീകരിക്കുന്ന നല്ല കർത്താവാണ്. ഈ മനുഷ്യർ പറഞ്ഞേക്കാൻ നിനക്കൊരു വിലയുമില്ല, പക്ഷേ യേശു കർത്താവ് പറയുന്നു, ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് വേണ്ടി വില കൊടുത്തതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാല്യത്തിലെ ഭയം പിന്നീട് ഒരു ആത്മീയ അടിമത്തമായി പലപ്പോഴും മാറും. ചില കുട്ടികൾ ഈ വളർന്നു വരുന്നത് ഭയത്തിലൂടെയാണ്. വീട്ടിലെ കലഹങ്ങൾ, അക്രമം, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ മേഖലകൾ, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കോപം, സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത മേഖലകൾ, ചില മരണങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, വേർപാട്, അങ്ങനെ പല കാര്യങ്ങൾ ഒരു കുഞ്ഞുനാളിൽ പല മുറിവുകൾ നമ്മുടെ ലൈഫിലുണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങുകളെ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ആ കുട്ടി വളർന്നു വന്നാൽ ഉള്ളിൽ ഒരു ഭയത്തിൻ്റെ മേഖല ഇങ്ങനെ ഒരു കോട്ടയായിട്ട് നിലനിൽക്കും. 2 തിമോത്തി അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ വചനം പറയുന്നു, ദൈവം നമുക്ക് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇന്ന് യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബാല്യകാലത്ത് അനുഭവിക്കുന്ന അപമാനങ്ങൾ പിന്നീട് ലജ്ജയുടെ ഒരു ആത്മീയ വസ്ത്രമായിട്ട് മാറും.
ചില വ്യക്തികൾ ബാല്യത്തിൽ അപമാനിക്കപ്പെട്ടു, ഇപ്പം ക്ലാസ്സിൽ അപമാനിക്കപ്പെട്ടു, കുടുംബത്തിൽ താരതമ്യത്തിൻ്റെ ഒരു രീതി വന്നു, ശരീരത്തെക്കുറിച്ചുള്ള ചില പരിഹാസങ്ങൾ, ദാരിദ്ര്യം കാരണം ചില ലജ്ജ അനുഭവിക്കേണ്ടി വന്നു, പഠനത്തിൽ പിന്നോട്ടായതുകൊണ്ട് നിന്ദിക്കപ്പെട്ട വിഷയങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സമൂഹത്തിൽ തലകുനിക്കേണ്ടി വന്ന അവസ്ഥകൾ. ഹല്ലേലൂയ. അപ്പോൾ അപമാനം പുറത്തുനിന്ന് വരുന്നു, പക്ഷേ ലജ്ജ പലപ്പോഴും ഉള്ളിലാണ് വസിക്കുന്നത്. അപ്പം ലജ്ജ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിനക്ക് വിലയില്ല, നീ താഴ്ന്നവനാണ്, നീ കുറഞ്ഞവനാണ്, നീ യഥാർത്ഥത്തിൽ ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെ ലജ്ജ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തും, ആത്മാവിനെ മലിനമാക്കും, ആത്മാവിനെ ബന്ധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ, ഒരു സൗഖ്യം വളരെ അത്യാവശ്യമാണ്. ക്രൂശിൽ യേശു കർത്താവ് നമ്മുടെ പാപത്തെ മാത്രമല്ല വഹിച്ചത്, അവൻ നമ്മുടെ ലജ്ജയെയും വഹിച്ചു. യേശു കർത്താവ് നഗ്നനാക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, പുച്ഛിച്ച് തള്ളി പലരും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ലജ്ജയുടെ വസ്ത്രം നീങ്ങിപ്പോകുവാൻ, നമ്മുടെ ലജ്ജയുടെ വസ്ത്രം നീങ്ങിപ്പോയി കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം, നീതിയുടെ വസ്ത്രം നമ്മൾ ധരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് യേശു പറയുന്നത്, നിൻ്റെ ലജ്ജയെ ഞാൻ മഹത്വമാക്കി മാറ്റും, നിൻ്റെ അപമാനത്തെ ഞാൻ സാക്ഷ്യമാക്കി മാറ്റും, നിൻ്റെ തകർച്ചയെ അഭിഷേകത്തിൻ്റെ എണ്ണയാക്കി ഞാൻ മാറ്റും. ഇനി ബാല്യത്തിലെ മുറിവുകൾ ബന്ധങ്ങളെ തെറ്റായ രീതിയിൽ കാണുവാൻ ചിലപ്പോൾ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങൾ അവൻ അല്ലെങ്കിൽ ആ വ്യക്തി ബന്ധങ്ങളെ കാണുന്ന രീതിയെ ബാധിക്കും. ബാല്യത്തിൽ സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ബന്ധങ്ങളിൽ അമിത സ്നേഹത്തെ അന്വേഷിക്കും. ബാല്യകാലത്ത് വിശ്വാസം തകർക്കപ്പെട്ടെങ്കിൽ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല. ബാല്യകാലത്തിൽ ഉപേക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെ ബന്ധങ്ങളിൽ അമിതമായിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കും. ബാല്യകാലത്ത് നിയന്ത്രിക്കപ്പെട്ടെങ്കിൽ പിന്നീട് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവമായി മാറും. ബാല്യകാലത്തിൽ കേൾക്കപ്പെടാതെ പോയെങ്കിൽ എല്ലാവരിൽ നിന്നും ഒരു ശ്രദ്ധ നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ദുഷ്ട സ്വഭാവമാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇതിൻ്റെ പിന്നിൽ സുഖപ്പെടാത്ത ഒരു മുറിവുണ്ട്. അപ്പോൾ യേശു നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. യേശു കർത്താവ് നമ്മുടെ ആ മുറിവുകളെയൊക്കെ ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ബാല്യകാല മുറിവുകൾ ദൈവത്തെ കാണുന്ന രീതിയെ പോലും ബാധിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പിതാവ് കഠിനനായ ക്രൂരനായ പിതാവാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ അങ്ങനെ കാണാനുള്ള സാധ്യതയുണ്ട്. പിതാവ് വളരെ അകലെയായിരുന്നു, അങ്ങനെ ദൈവം നമുക്ക് എപ്പോഴും ഒരു അകലെയാണെന്ന് നമുക്ക് തോന്നും. മാതാവ് സ്നേഹം നൽകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി മാതാപിതാക്കൾ സ്ഥിരമായി വിമർശിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ നമ്മളും എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവമായി മാറും. ഇനി ചില സമയത്ത് ബാല്യകാലത്ത് ഈ മതം, റിലീജിയൻ നമ്മുടെ മേൽ ഭീഷണിപ്പെടുത്തുന്ന ചില സിസ്റ്റം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് ഭയമായിരിക്കും. പക്ഷെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെയല്ല. അവൻ ഉപേക്ഷിക്കുന്ന പിതാവല്ല, അവൻ അപമാനിക്കുന്ന പിതാവല്ല, അവൻ സ്നേഹം പിൻവലിക്കുന്ന പിതാവല്ല, അവൻ താരതമ്യം ചെയ്യുന്നൊരു പിതാവല്ല. മറിച്ചെന്താണ്? നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് ഹല്ലേലൂയ മാറോടണയ്ക്കുന്ന നല്ലൊരു പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് യേശു കർത്താവ് സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുവൻ തന്നെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കർത്താവിന് കടന്നു ചെന്ന് ആ മുറിവുകളെയൊക്കെ വെച്ച് കെട്ടാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാല്യത്തിലെ അനീതികൾ ആത്മാവിൽ പലപ്പോഴും കോപവും കയ്പും വേരുറയ്ക്കാൻ കാരണമാകും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വചനം പറയുന്നത്, കയ്പിൻ്റെ വേര് മുളച്ച് പലരെയും മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം കയ്പ് ഒരു വേരാണ്. വേര് പലപ്പോഴും അദൃശ്യമാണല്ലേ, പക്ഷെ ഫലം ദൃശ്യമാണ്. അപ്പോൾ പലരുടെയും കോപം ഇന്നത്തെ സംഭവത്തോട് മാത്രം ബന്ധപ്പെട്ടതല്ല, അത് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചില വേദനയുടെ പൊട്ടിത്തെറിയാണ്. ചിലരുടെ കടുത്ത വാക്കുകൾ ഇപ്പോൾ ആളുകളോട് തോന്നുന്ന ഒരു അകൽച്ചയല്ല, അത് പഴയ മുറിവുകളുടെ ഒരു ശബ്ദമാണ്. ചില വിശ്വാസക്കുറവ് ഇന്ന് രൂപപ്പെട്ടതല്ല, അത് പണ്ട് അനുഭവിച്ച ചില വഞ്ചനയുടെ തുടർച്ചയാണ്. കയ്പ് ഹൃദയത്തിൽ വേരെടുക്കുമ്പോൾ അത് ആത്മാവിനെ മലിനമാക്കും. കയ്പ് സന്തോഷത്തെ തിന്നുകളയും. കയ്പ് നമ്മുടെ സമാധാനത്തെ തകർത്ത് കളയും. കയ്പ് നമ്മുടെ ബന്ധങ്ങളെ വിഷമയമാക്കും. കയ്പ് പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കും. എന്നാൽ ദൈവം കയ്പിൻ്റെ വേരിനെ മാറ്റുവാൻ കഴിവുള്ള സത്യദൈവമാണ്. കർത്താവ് ആ വേരുകളെ ഇന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് സമ്മതിച്ചു കൊടുക്കണം, കർത്താവെ, എനിക്ക് മുറിവേറ്റു, എനിക്ക് കോപമുണ്ട്, ഞാൻ ഇപ്പോഴും അകത്ത് വേദനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വേദനയെ അങ്ങക്ക് സൗഖ്യമാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ആന്തരിക മുറിവുകളെ, എൻ്റെ ബാല്യകാലത്തേറ്റ മുറിവുകളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാല്യകാല മുറിവുകൾ ദുഷ്ടൻ്റെ ദുരാത്മാക്കൾക്ക് പ്രവർത്തിക്കുന്ന ഒരു വാതിലായി മാറാനും സാധ്യതയുണ്ട്. എല്ലാ മാനസിക വ്യതയും പിശാചിൽ നിന്നാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. എന്നാൽ ആത്മീയമായിട്ടുള്ള ചില മുറിവുകൾ അത് ശത്രു ഒരു ഗേറ്റ് വേ ആയിട്ട് ഉപയോഗിക്കും.
ഇപ്പോൾ റിജക്ഷൻ്റെ സ്പിരിറ്റുകൾ പ്രവർത്തിക്കാൻ കാരണമാകും. ഭയത്തിൻ്റെ ദുരാത്മാക്കൾ നമ്മളെ സബ്ഡ്യൂ ചെയ്യാനിടയാകും. ഷെയിം, അപമാനത്തിൻ്റെ മേഖലകൾ അത് നമ്മളെ ടോർമെൻ്റ് ചെയ്യും. ബിറ്റർനെസ്, അനീതിയുടെ മുറിവുകൾ പ്രവർത്തിക്കാനിടയാകും. ഓർഫൻ സ്പിരിറ്റുകൾ, അനാഥത്വത്തിൻ്റെ ഒരു മേഖല, ദുരുപയോഗത്തിൻ്റെ സ്പിരിറ്റുകൾ, സ്വയം വെറുക്കുന്ന സ്പിരിറ്റുകൾ, അങ്ങനെ വ്യത്യസ്ത സ്പിരിറ്റുകൾ ഈ മുറിവുകളിലൂടെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇനി ദൈവം മുറിവുകൾ സൗഖ്യമാക്കുന്ന കർത്താവ് മാത്രമല്ല, ആ മുറിവുകളെ ഒരു സാക്ഷ്യമാക്കി ഉയർത്തുന്ന കർത്താവാണ്. നിരസിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നെ നിരസിക്കപ്പെട്ടവരെ ഉയർത്തുവാൻ കർത്താവ് ഉപയോഗിക്കും. അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നീട് അങ്ങനെ തകർന്നവരെ ആശ്വസിപ്പിക്കാൻ കർത്താവ് ഉപയോഗിക്കും. ഭയത്തിൽ ജീവിച്ചവരെ പിന്നീട് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കർത്താവ് അങ്ങനെയുള്ള വിഷയങ്ങളെ ഉപയോഗിക്കും. തകർന്ന ബാല്യം ഉണ്ടായ പല വ്യക്തികളെയും സൗഖ്യമാക്കാൻ നിങ്ങളെ കർത്താവ് ഒരു ഉപകരണമാക്കി മാറ്റും. ഓർഫൻ സ്പിരിറ്റിൻ്റെ വ്യക്തിത്വമുള്ള വ്യക്തികളെ സൗഖ്യമാക്കാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പം ശത്രു നമ്മളെ തകർക്കാൻ ഉപയോഗിച്ചതിനെ ദൈവം അഭിഷേകത്തിൻ്റെ എണ്ണയായി, അനോയിൻറ്റിങ് ഓയിലായി ഉപയോഗിക്കും. ശത്രു നമ്മളെ ലജ്ജിക്കാൻ നോക്കിയതിനെ ദൈവം സാക്ഷ്യമാക്കി മാറ്റും. ശത്രു നമ്മളെ ബന്ധിക്കാൻ നോക്കിയതിനെ ദൈവം ഒരു വിടുതൽ ശുശ്രൂഷയാക്കി മാറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ബാല്യത്തിൽ കിട്ടിയ വാക്കുകൾ എന്നെ ബാധിക്കുന്നുണ്ടോ? എനിക്ക് നിരസിക്കപ്പെടുമോ എന്ന ഒരു ഭയമുണ്ടോ? എനിക്ക് ആളുകളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ദൈവത്തെ നല്ല പിതാവായി കാണുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ ഉള്ളിൽ കയ്പിൻ്റെ ഒരു വേരുണ്ടോ? എൻ്റെ ബന്ധങ്ങളെ പഴയ മുറിവുകൾ നിയന്ത്രിക്കുന്നുണ്ടോ? എൻ്റെ മക്കളോട് ഞാൻ പെരുമാറുന്നത് എൻ്റെ മുറിവുകളിൽ നിന്നാണോ? എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പ്രവർത്തിക്കുന്നത് സൗഖ്യത്തിൽ നിന്നാണോ അതോ അംഗീകാരം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ബാല്യകാലങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഈ വർഷത്തെ കോൺഫറൻസിനെ കുറിച്ച് വേഗമൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. മറ്റ് മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയവയിൽ നിന്നുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥന, സർപ്പശക്തികളിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെ അനേകം ഡെലിവറൻസ് വിഷയങ്ങളാണ് ഈ 2 ദിവസത്തെ 6 സെഷനുകളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. വിടുതൽ ശുശ്രൂഷ വേണ്ട എല്ലാവരും ആ ശുശ്രൂഷകളിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻക്വയറികൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലൈവ് ശുശ്രൂഷകൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഉണ്ട്. രജിസ്ട്രേഷൻ ലിങ്കുകളൊക്കെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. നമുക്കിങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഞാൻ എൻ്റെ ബാല്യകാല മുറിവുകളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. മറ്റുള്ളവർ കാണാത്തതും ഞാൻ പോലും മറച്ചു വച്ചതുമായ വേദനകൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. കർത്താവെ, ബാല്യത്തിൽ ഞാൻ കേട്ട തെറ്റായ വാക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. നീ വേണ്ടാത്തവൻ എന്ന ആ ഒരു വ്യാജ വാക്കുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിരസിക്കുന്നു. നിനക്ക് വിലയില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ട വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. നീ പരാജയമാണെന്ന ആ വാക്കുകൾ യേശുവിൻ നാമത്തിൽ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. നീ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന ആ ഒരു വാക്കുകളെ യേശുവിൻ നാമത്തിൽ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ പിതാവിൻ്റെ സ്നേഹത്താൽ സ്വീകരിക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ്, എൻ്റെ ഉള്ളിലെ എല്ലാ റിജക്ഷനുകളെയും അങ്ങ് സൗഖ്യമാക്കണമേ. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയത്തിൻ്റെ വേരുകളെയും ഇന്ന് അങ്ങ് പുറത്താക്കണമേ. എൻ്റെ ഉള്ളിലെ ലജ്ജ, ഷെയിമിനെ അങ്ങ് പൂർണ്ണമായിട്ടും ഇന്ന് നീക്കിത്തരണമേ. എൻ്റെ ഉള്ളിലെ കയ്പിനെ ഈ സമയത്ത് ഇന്ന് അങ്ങ് വെട്ടി മാറ്റണമേ. എൻ്റെ ആത്മാവിൽ കുടുങ്ങിക്കിടക്കുന്ന ബാല്യകാല വേദനകൾ അങ്ങ് കരം വെച്ച് സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മാവെ, ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ കണ്ണുനീർ അങ്ങിപ്പോൾ ഈ സമയത്ത് സൗഖ്യമാക്കണമേ. ഞാൻ പറയാൻ കഴിയാതെ പോയ വേദനകളെ ഇപ്പോൾ അങ്ങ് മനസ്സിലാക്കണമേ. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കൂടെ അങ്ങ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും കുടുംബത്തെയും എന്നെ മുറിവേൽപ്പിച്ചവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നു.
പറയുന്നില്ല. എന്നാൽ അവരുടെ തെറ്റിനെ എൻ്റെ ആത്മാവിൽ തടവറയായി ഞാൻ ഇനിമേൽ സൂക്ഷിക്കില്ല. എനിക്ക് ക്ഷമിക്കാൻ കൃപ തരണമേ, എനിക്ക് മോചിതനാകുവാൻ കൃപ തരണമേ, എനിക്ക് പഴയ വേദനകളിൽ നിന്ന് പുറത്തു വരുവാനുള്ള കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ റിജക്ഷൻ്റെ എല്ലാ സ്പിരിറ്റുകളെയും ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ എല്ലാ ആത്മാക്കളെയും ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഷെയ്മിൻ്റെ, ലജ്ജയുടെ എല്ലാ ദുരാത്മാക്കളെയും ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിൻ നാമത്തിൽ അൺഫോർഗിവ്നെസ്സിൻ്റെ സ്പിരിറ്റുകളെ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വയം വെറുക്കുന്ന ശബ്ദങ്ങളെ ഞാൻ ഈ സമയത്ത് ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ ബാല്യകാലത്തുണ്ടായ എല്ലാ മുറിവുകളും നസ്രായനായ യേശുവിൻ്റെ രക്തത്താൽ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം നീണ്ടുവന്ന് എൻ്റെ ദേഹി മണ്ഡലത്തിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ഇമാജിനേഷനിൽ, എൻ്റെ ഭാവനകളിലൊക്കെ സൗഖ്യത്തെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം എന്നെ പൊതിയട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ഒഴുകുന്ന ദൈവസ്നേഹം എൻ്റെ അകത്തെ മനുഷ്യനിലേക്ക് നിറഞ്ഞു കവിയട്ടെ. എൻ്റെ ഭാവി യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മുറിവിനെ സാക്ഷ്യമാക്കി മാറ്റണമേ. എൻ്റെ കണ്ണുനീരിനെ അഭിഷേകമാക്കി മാറ്റണമേ. എൻ്റെ തകർച്ചയെ കരുണയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റണമേ. അങ്ങയുടെ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ. എൻ്റെ തലമുറകൾക്കകത്ത് വൂണ്ടുകളെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വാതിലുകളും ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അമൂല്യ രക്തം, സംസാരിക്കുന്ന രക്തം, കൃപ നിറഞ്ഞ രക്തം ഒഴുകി ഇറങ്ങട്ടെ. ഈ സമയത്ത് അകത്തെ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കട്ടെ. ബാല്യകാലത്തെ എല്ലാ വൂണ്ടഡായിട്ടുള്ള ഓർമ്മകളും ചിന്തകളും എല്ലാം യേശുവിൻ രക്തത്താൽ മായ്ക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.